കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഗവർണർക്ക് പരാതി നൽകി സേവ് യൂണിവേഴ്സിറ്റി ഫോറം. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ നിയമനം തന്നെ ചട്ടവിരുദ്ധമെന്ന് പരാതി. പദവിയിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്ന് ഗവർണർക്ക് നൽകിയ പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ മോഹനൻ കുന്നുമ്മൽ നടത്തിയ പരാമർശത്തിലും ഈ രജിസ്ട്രാറുടെ നിയമനം നിയമപരമല്ല, അതിന് തെളിവില്ല, രേഖകളില്ല എന്നാണ് അദ്ദേഹവും ആരോപിക്കുന്നത്. ഈ പരാതിയിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഫോറം മുന്നോട്ട് വയ്ക്കുന്നത്? അഖില, KS അനിൽകുമാർ രജിസ്ട്രാർ പദവിയിൽ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയത് സിൻഡിക്കേറ്റ് യോഗ തീരുമാനപ്രകാരമായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് VC മോഹനൻ കുന്നുമ്മൽ അല്പസമയം മുമ്പ് തന്നെ പറഞ്ഞു. അതേ നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പദവി എടുത്ത് കളയണം, രജിസ്ട്രാർക്ക് ഇക്കാര്യത്തിൽ നിയമനം തന്നെ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. പദവിയിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണം KS അനിൽകുമാർ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്, കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് 12(4) പ്രകാരം സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ പാടൂ എന്നുള്ളതാണ്. അതായത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ലഭിക്കണമെങ്കിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമാകണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ അനിൽകുമാർ കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിലെ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഈ മതിയായ യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് രജിസ്ട്രാറായി KS അനിൽകുമാർ തുടരുന്നതെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിയമനം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തെ ഡെപ്യൂട്ടേഷനിൽ തന്നെയാണോ നിയമിച്ചതെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു അവ്യക്തത ഉണ്ട്. അക്കാര്യത്തിൽ സർവകലാശാല വൈകാതെ തന്നെ ഒരു വിശദീകരണം നൽകും. ഡെപ്യൂട്ടേഷൻ തരത്തിലാണോ, ആ വ്യവസ്ഥ പ്രകാരമാണോ, അതോ അദ്ദേഹത്തിന് സ്ഥിര നിയമനമായിട്ടാണോ ഈ രജിസ്ട്രാർ പദവി നൽകിയതെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനം, അതായത് ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ പരാതിയുടെ അടിസ്ഥാനം എന്തായിരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഗവർണറുടെ കയ്യിൽ ഈ പരാതി എത്തിയിട്ടുണ്ട്. ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ള കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്.